ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ പരിപാടികളിൽ നിന്നാണ് കാണിക്കാം. ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, നമ്മൾക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും വടയും സാമ്പാറൊക്കെയാണ്. സോ അത് കഴിച്ചെടുക്കട്ടെ. എന്നിട്ട് ഇത് കഴിച്ച ശേഷം നമ്മളിത് ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. സാധനം കഴിച്ച കടയിൽ ചായ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ വന്നിരിക്കുകയാണ്. സോ ചായ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ എന്തായാലും കുടിക്കട്ടെ. സോ ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചായ കുടിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇനി തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ സബ്രിഷിന് വേണ്ടി പാർസൽ മേടിച്ചിരിക്കുകയാണ്. ബിസി ആയിട്ട് അവിടെ പാക്കിങ്ങിലാണ്. പിന്നെ നമ്മുടെ വ്ളോഗിൽ ഇനി നിങ്ങൾ കൂടുതൽ കാണാൻ സാധ്യതയുള്ള പുതിയൊരു മെമ്പറെ കാണിച്ചു തരാം. കണ്ടടങ്ങ. സോ ഗൈസ്, ഇത് അഭിനവാണ്. സോ നിങ്ങൾ പേടിക്കണ്ട, മലയാളിയാണ്. സോ മലയാളത്തിലുള്ള സംസാരങ്ങൾ ഇനി കൂടുതൽ കേൾക്കാൻ സാധിക്കുന്നതാണ്. സോ എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം. ഗൈസ്, അപ്പോൾ നമ്മളത് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എങ്ങടെ പോകണേന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കോളേജിൽ പോയി എടുത്തിട്ട് നമ്മൾ കാറിൽ തിരുവണ്ണാമല പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തെന്നാണ് കാര്യങ്ങളൊക്കെ പറയാട്ടോ. അപ്പോൾ ഫോൺ വഴി പെട്രോൾ അടിക്കാൻ കയറിയിട്ടാണ്. സോ ഞങ്ങൾ അവിടെ എത്തുന്നതായിരിക്കും. ഞങ്ങൾ ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ പോയത് കണ്ടിട്ടാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തുന്നതായിരിക്കും. ജസ്റ്റ് ഇതാണ്ട് നമ്മുടെ കോളേജിൻ്റെ എൻട്രൻസ്. നൈറ്റ് കാണുമ്പോൾ ഈ ഒരു അവസ്ഥയാണ്. സോറി, നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോറി, നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ വന്നിരിക്കുകയാണല്ലോ. സോ ഗൈസ്, ഒരു ഫാമിലി ധാബയിലാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ധാബയിലൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ബൺകട പുതിയത് തുറന്നിട്ടുണ്ട്. അവിടെ കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൺകടയിൽ വന്നിട്ട് ബണ്ണ് പറഞ്ഞിട്ടുണ്ട്. സോ നല്ല വലിയ ബണ്ണാണ്. അതിൻ്റെ ഉള്ളിൽ പീനട്ട് ബട്ടറും പിന്നെന്താ നട്ട്സ്, ഡ്രൈഡ് നട്ട്സൊക്കെ ഇതാക്കിയിട്ടുള്ളൊരു എന്താ സിറപ്പ് പോലത്തെ ഒരു സെറ്റപ്പ്. സോ അത് കഴിച്ചു പോയപ്പോഴേക്കിപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗുലാബ് ജാമു പരത്തിയിട്ടുള്ള ബണ്ണും കാര്യങ്ങളൊക്കെയാണ്. സോ അതും നമ്മളത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി അവർ സെറ്റാക്കി തന്നുകൊണ്ടിരിക്കുക. സോ അതേ കണ്ട നല്ല അടിപൊളിയായിട്ട് ഗുലാബ് ജാമുവിന് സൈഡിൽ പൊത്തിയായിട്ട് കാണാം. സോ അതും കഴിച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാ ബണ്ണൊക്കെ കഴിക്കാനായിട്ടും നല്ല വ്യത്യസ്തമായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മളിവിടെ ഒരു ചേട്ടൻ ഒരു പുതിയ സംഭവം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഗുലാബ് ജാമുവിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ട് കഴിക്കാനും നോർമൽ ചോക്ലേറ്റ് ഇട്ട് കഴിക്കാനും. സോ ടേസ്റ്റ് ചെയ്ത് നോക്കണം. நானே யோசிக்கலப்பா, நானும் ட்ரை பண்ணலாம் தான் பார்த்தேன். ஒயிட் சாக்லேட் வந்து 6 கிலோ இருக்குது. ஆனால் நார்மல் சாக்லேட் ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി ചോക്ലേറ്റ് ബണ്ണ് ആണ്. സോ എന്തായാലും ഒരു നല്ല അടിപൊളിയായിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി എടുക്കുന്ന ബണ്ണും കാര്യങ്ങളൊക്കെയാണ്. സോ കഴിക്കുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നല്ലോണം വേണ്ട കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. സോ അതേ നമ്മൾ വന്ന കോൾ ടാക്സി അവർ തിരിച്ച് പോവുകയാണ്. സോ നല്ലൊരു അടിപൊളി ചേട്ടനായിരുന്നു കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. സോ ഈ വീട്ടിലാണ് ഇനി ഒരു 2-3 മാസത്തേക്ക് നമ്മൾ താമസിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയാം കേട്ടോ. സോ എന്തായാലും വീടും കാര്യങ്ങളും കാണിച്ചു തരാം. ഇവിടെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഇത്. താഴത്ത് വേറെ ഫാമിലിയൊക്കെ താമസിക്കുന്നുണ്ട്. സോ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സ്റ്റെപ്പ് കയറി പോകണം. അവിടെ സൈഡിലും ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റൂം, ഇത് കിച്ചൺ, ഇവിടെ ബാത്റൂം. റൂമിൽ നിന്ന് ഇവിടെ നോക്കിയാൽ വഴിയിൽ കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ജനലും കാര്യങ്ങളും. സോ ഇത്രയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വീടിന് 3-ാം നിലയുണ്ട്. 3-ാം നിലയുടെ മുകളിൽ നോക്കിയാൽ ആ ഒരു മല കാണാൻ പറ്റും. മല
മലയുണ്ട്. സോ ഇപ്പുറത്തെ സൈഡിലും ഫുള്ള് മലകളാണ് കേട്ടോ. അത് എങ്ങോട്ട് തിരിഞ്ഞാലും മല. പിന്നെ ഇവിടെ ഒക്കെ നിറച്ച് വീടുകളാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ എവിടെ പോകുന്ന ഞാൻ ആലോചിച്ചേക്കണം. സോ സ്ഥലം എന്തായാലും തപ്പി പിടിക്കണം, പോയി ഉച്ച ഭക്ഷണം കഴിക്കണം. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയയും കാര്യങ്ങളൊക്കെയാണ്, നിറച്ച് വീടുകളും കാര്യങ്ങളൊക്കെയാണ്. റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്, വേറെ സീനൊന്നുമില്ല. എന്തായാലും നോക്കട്ടെ അവിടെ പോയി ഫുഡ് അടിക്കാൻ പറ്റും. സോ അതെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. സോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതേ ഇവിടെ പലചരക്ക് കടകളും തുണിക്കടകളും എവിടെ നോക്കിയാലും മുക്കിനും മൂലയിലും തുണിക്കടയാണ്. തൊട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ തുണിക്കടകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ബാക്കി പലചരക്ക് കട, ആ കടയൊക്കെ ഉണ്ട്. പിന്നെ അതേ നമ്മൾ നടന്നത് പോലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. സോ ഇനി ഇവിടെ എവിടെയെങ്കിലും കടയുണ്ടോ നോക്കണം. ഇപ്പോൾ നടന്ന് ഞങ്ങൾ പോലൂർ മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ ഫുഡ്. സോ ഗൈസ് ഡേ അങ്ങനെ നമ്മൾ ഫൈനലി ഒരു കട കണ്ടുപിടിച്ചാണ്, ഹോട്ടൽ എവറസ്റ്റ്. സോ എവറസ്റ്റിൽ എന്തൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാം. സോ അതേ നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് കിട്ടിയിരിക്കുന്നത്. സോ എന്തായാലും ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മൾ ബിരിയാണി കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. 120 രൂപയൊക്കെ ആയുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. സോ ഗൈസ് എന്തായാലും ഹാൻഡ് വാഷ് മേടിക്കണം, അപ്പോൾ നമ്മൾ പോലെ ഒന്ന് മേടിക്കാം. സോ ഗൈസ് ഇത്രയോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നാളെ ഒരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. സോ ഇന്ന് വൈകിട്ട് ദോശയൊക്കെ ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തിലാണ്. സോ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. സോ ബാക്കി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റേ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ. സോ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ പോകും. സോ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ളോഗായി വരുന്നവരെ എല്ലാവർക്കും ബൈ.